സിമി റോസ്ബൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. കേരളത്തിന്റെ ഉന്നതനായ ഒരു നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്, KPCC പ്രസിഡന്റായിരുന്നു, AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാ. അപ്പൊ ഈ പാർട്ടിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. CPM-നെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു നടപടിയുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ CPM-ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയാണോ ഇത്? അല്ലെങ്കിൽ അതല്ലാന്ന് തെളിയിക്കാണ് ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട്. വെല്ലുവിളിക്കുന്നു. CPM-ആയിട്ട് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCC-ക്ക് സമർപ്പിക്കുന്നതാണ്. ലതിക സുഭാഷിനെ പോലെ കരഞ്ഞോണ്ടല്ലോ കേട്ടോ, ചിരിച്ചോണ്ട്. ഈ സിമ്മി റോസ്ബൽ ജോണിനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള പേടികൊണ്ട് CPM-നെ കൂട്ടുപിടിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ബാക്കിയൊക്കെ വാലാട്ടികളാണല്ലോ, സ്തുതിപാഠകരാണല്ലോ ഇപ്പോഴത്തെ വനിതാ നേതൃത്വം. അപ്പൊ അതുകൊണ്ട് സിമ്മി റോസ്ബൽ ജോണിനെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കുറപ്പില്ലാത്തതുകൊണ്ടായിരിക്കും CPM-നെ കൂട്ടുപിടിച്ചെന്നാണ് ഈ പാവപ്പെട്ട എനിക്ക് തോന്നുന്നത്. അല്ലേ, ഈ കാലത്ത് ഞാനൊരു മോർണിംഗ് എനിക്ക് കാലിന് ലിഗമെന്റിന് ചെറിയ പൊട്ടലുണ്ട്. അപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കണം. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ മുഴുവൻ ചാനലുകാരാ. എന്റെ പെർമിഷൻ ഇല്ലാതെയും ഒരാൾ മാത്രം എന്നോട് ചോദിച്ചു. അതിരാവിലെ ആയതുകൊണ്ട് 7 മണി ആയതുകൊണ്ട്. ബാക്കി ഞാൻ സത്യം പറഞ്ഞ ഇത്രയും പേരെ കണ്ട് ഞെട്ടിപ്പോയി. അപ്പൊ എന്നോട് ചെയ്തത് ഒരു അനീതിയാണ് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും, മാധ്യമ പ്രവർത്തകർക്കും തോന്നിയതുകൊണ്ടാണല്ലോ ഈ സാധുവിന്റെ വീടിന്റെ മുമ്പില് ഇത്രയും ചാനലുകാർ വന്നിരിക്കുന്നത്. എന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ലല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ടെ ആ വോട്ട് ചെയ്തത് LDF-നാണെന്നുള്ള LDF കാൻഡിഡേറ്റ് വോട്ട് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ LDF-ന്റെ കൺവീനർക്ക് അയച്ചു കൊടുത്തതോ? അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ തെറ്റ് ചെയ്തവരോട് ചോദിക്കുക. അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. പിന്നെ കഴിഞ്ഞ വയനാട് ക്യാമ്പിൽ വെച്ചിട്ട് 1.5 മാസം മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞായിട്ട് ഇന്നലെ TV-യിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്. ദൈവം എന്നെ ഇപ്പൊ ഓർമ്മിപ്പിച്ചതാണത്. ഈ KPCC-യിൽ നടക്കുന്ന കാര്യങ്ങള് പുറത്ത് പറയാൻ കൊള്ളില്ല, ലജ്ജാകരാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്താണ് ഇപ്പൊ അവിടെ നടക്കുന്നത്? ഞങ്ങളുടെ സീനിയേഴ്സും എല്ലാവരും, റോസക്കുട്ടി ടീച്ചറും ലതിക സുഭാഷും സാക്ഷാൽ ശ്രീ K. കരുണാകരന്റെ മകളൊക്കെ 10-22 വർഷം അവിടെ പ്രവർത്തിച്ചിട്ട് ഞങ്ങളാരും അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഷഹിദ കമാല് ഞങ്ങളെ കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് വ്യക്തമാക്കാൻ പറയണം. അദ്ദേഹം അവിടെ എന്താ കണ്ടതെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ബാച്ചിലുള്ള ആരും കണ്ടിട്ടില്ല. ഇപ്പൊ പുതിയതായിട്ട് ഈ 2-3 വർഷം മുമ്പ് നിങ്ങൾ ആരെങ്കിലും ജെബി മേത്തറിനെ ഇപ്പൊ ഇവിടെ വന്ന ഡൽഹിയിൽ നിന്ന് വന്ന News 24 ഒരു അംബുജൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ എന്നോട് പറഞ്ഞു അദ്ദേഹം ഡൽഹിയിലാണ്. ഈ 2 വർഷം മുമ്പ് വരെ ഈ ജെബി മേത്തർ എന്ന് പറഞ്ഞൊരു ലീഡർ കേരളത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്ന്. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയി പറഞ്ഞു. പിന്നെ ഈ 42 വർഷം കേരളത്തിലെ ഒരു വനിതയോടും കാണിക്കാത്ത നീതി നിഷേധം ഈ വനിതയ്ക്ക് കൊടുത്തു എന്നാ പറയുന്നത്. അത് 2 കേന്ദ്രമന്ത്രിമാരും 2 കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരും ഇരുന്ന കസേര ന്യായമായിട്ടും എറണാകുളത്ത് ജോർജിയുടെ മോന് കൊടുത്തപ്പോ ഇപ്പൊ മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ AK ആന്റണി ഇരുന്ന രാജ്യസഭാ സീറ്റ് അനിൽ ആന്റണീനെ പുകച്ച് പുറത്തേക്ക് കഴിക്കാതെ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. അതൊരു മര്യാദ. അല്ലെങ്കിൽ K. കരുണാകരൻ രാജ്യസഭാംഗമായിരുന്നു. അന്ന് ആ സീറ്റ് AK ആന്റണി സാറിനാണ് കൊടുത്തത്. അത് പത്മജ വേണുഗോപാൽ അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 15 വർഷമായിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട്. KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണോ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടിരിക്കുമ്പോഴെന്നറിയില്ല. അത്രയും ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ അവർക്കൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഈ അംബുജൻ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 2 കൊല്ലം കൊണ്ട് രാജ്യസഭ കിട്ടുന്നു ഇപ്പൊ ഈ KPCC-യില്. അപ്പൊ ക്ഷമിക്കണം. ഓക്കെ. അതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേതാവിനെ ഒരു 10 വർഷമായിട്ടെങ്കിലും അറിയാവോ? അപ്പൊ അവരെന്നെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം, എനിക്കെതിരെ പരാതി കൊടുക്കാൻ മാത്രം അവരുടെ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്? ഞങ്ങൾക്കൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കണ്ടേ? ഞങ്ങളൊക്കെ നേതാക്കന്മാരുടെ ഇഷ്ട എന്താ പറയാ ഗുഡ് ബുക്കിൽ വന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ.
എന്താണ് ഇത് നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് എന്താണ്? അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ള പൊതുപ്രവർത്തകരുണ്ട്. മുൻ മന്ത്രി എം കമല മുതല് സാവിത്രി ലക്ഷ്മണൻ മുതല് കേരളത്തിലെ ലീലാ ദാമോദര മേനോൻ 42 വർഷം മുമ്പ് രാജ്യസഭയിൽ പോയതാണ്. ഇല്ലേ? എത്ര ആദരവോടെയാണ് നമ്മൾ അവരെയൊക്കെ കാണുന്നത്? എത്ര ആദരവോടെയും ബഹുമാനത്തോടെയാണ് നമ്മൾ കാണുന്നത്? ഇന്ന് സീനിയേഴ്സിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ട. അവരെ ചവച്ചരച്ച് അവരുടെ മുഖത്തേക്ക് തുപ്പരുത് പ്ലീസ്. എനിക്ക് ജെബി മേത്തറോട് ഒരു ചെറിയ അഭ്യർത്ഥനയാണ്. ഓക്കെ, ശരി. അല്ല, ഞാനിപ്പോ ഇത് എല്ലാവരോടും ചോദിക്കാൻ പോവാ, പ്രത്യേകിച്ച് ഡൽഹിയിലുള്ളവർക്ക് അറിയില്ല. കാരണം ഇവര് ഇവിടെ യൂത്ത് കോൺഗ്രസിന് ഒരു വോട്ട് കിട്ടിയിട്ട് പിന്നെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ സെക്രട്ടറിയേറ്റാ പൊങ്ങിയെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ റിസർച്ച് ചെയ്യാൻ പോയി. എന്റെ മോനിപ്പോ റിസർച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഞാനിപ്പോ റിസർച്ച് ചെയ്യുക. ഈ പരാതി കൊടുത്ത മഹനീയ വനിതകളുടെയൊക്കെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച്. ഒരെണ്ണം ടെലിവിഷനിൽ ചാനലിൽ വന്നിട്ട് എന്റെ അടുത്ത് ചലവില്ല എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരിക്കലും നോട്ട് കിട്ടി, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കും, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ലീഡേഴ്സ് ഉണ്ടോ? അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് മെസ്സേജ് വന്ന ഫോണിൽ കിട്ടിയ മെസ്സേജാണ്. 3 വർഷം മുമ്പ് മത്സരിക്കാൻ വേണ്ടി ദുബായിൽ നിന്ന് ലാൻഡ് ചെയ്ത് ഇപ്പൊ KPCCയുടെ സ്പോക്സ് പേഴ്സൺ ആണ്. ഇത് പാർട്ടിയുടെ അവസ്ഥ ഇതാ. ഇപ്പൊ ലീഡർ ആവണമെങ്കിൽ, കേരളം അറിയപ്പെടുന്ന ലീഡർ ആണെങ്കിൽ 2 വർഷം 3 വർഷം മതി. അതാണ് ഇന്ന് പാർട്ടിയുടെ അവസ്ഥ. ഇതൊന്നും ഞാൻ പറയാൻ പാടില്ലേ? എനിക്ക് ഇവരുടെ ആരുടെ ഒരു പോസ്റ്റും വേണ്ട. പോസ്റ്റിന് വേണ്ടിയാണല്ലോ ഇവരെയൊക്കെ ഇങ്ങനെ നമ്മള് സ്തുതി പാടി നടക്കേണ്ടത്. എനിക്ക് വേണ്ട പോസ്റ്റ്. എനിക്ക് ജനങ്ങളുടെ സ്നേഹം, അത് മാത്രം മതി. കാരണം ഇന്നലെ ഞാൻ 2 ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഈ പ്രതിപക്ഷത്തുള്ളവര് എന്നോട് കാണിക്കുന്ന ഒരു ആദരവ് കണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം എന്നെ അടിച്ചിരുത്തേണ്ടതാണ് അവര്, പക്ഷെ അവര് എനിക്ക് നൽകിയ ഒരു ആദരവുണ്ട്. അത് ഈ ഇന്നലെ വന്ന വനിതാ രത്നങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ടല്ലോ, അതങ്ങോട്ട് പോയി കിട്ടി. ഇത്തരത്തിൽ ജെബി മേത്തർ അല്ലെങ്കിൽ മറ്റൊരു വനിതാ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ, അതോ കേട്ടറിവ് മാത്രമാണോ? അവര് ഈ പറയുന്ന വനിതാ നേതാക്കൾ പറയുന്ന കാര്യം സിമിയെ പോലെ തന്നെ ഞങ്ങൾ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് മുകളിലേക്ക് വന്നവരാണ്, ആ രീതിയിലാണ് തങ്ങളെ പാർട്ടി അംഗീകരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ സ്ത്രീകളെ മുഴുവനും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം, അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനം? അല്ല, ഞാൻ എന്താണ് ഇവരെ അപമാനിച്ചത് അതൊന്ന് പറയട്ടെ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിക്കാനായിരിക്കും, എന്നാലും ഞാൻ പറയാം, അറിയാതെ ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പോ ഈ KPCC വലിയൊരു ക്യാമ്പ് നടക്കുമായിരുന്നല്ലോ കേരളത്തിലെ ഒരു 50% വനിതകൾ ഇനി നേതൃത്വ നിരയിലേക്ക് വരുവാണല്ലോ. അപ്പോ ഈ KPCC ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. അത് ഞാനല്ലല്ലോ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് സംശയമുണ്ട് ഇവരൊക്കെ ആരാ എന്താന്നൊക്കെ. എല്ലാവർക്കും എന്നെ കണ്ടാ കിണ്ണം കട്ടുമെന്ന് തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിനും കൂടി അതൊരു വലിയ തെളിവല്ലേ. അത് ഇന്നലെ ഒരു റെജി ലൂക്കോസ് ആണെന്ന് തോന്നുന്നു ഇന്നലെ ചർച്ചയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. അപ്പൊ ഇതെല്ലാം തെളിയും. അവിടെ നടക്കുന്ന എന്താണ്, രഹസ്യമായിട്ടുള്ള ചർച്ചകളാണോ, എന്താണ് അവിടെ നടക്കുന്നത്? ബിന്ദു കൃഷ്ണ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ എന്തോ കണ്ടെന്ന്. അതും ഇന്നലെ ഒരു വനിത ചാനൽ ചർച്ചയിൽ പറഞ്ഞു, മുല്ലപ്പള്ളിയുടെ അടുത്ത് പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത എന്തോ കണ്ടെന്ന്. ഞങ്ങളാരും ഇതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ഒരു രാഷ്ട്രീയ കാലഘട്ടം മനോഹരമായിരുന്നു. ഞങ്ങളൊക്കെ മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ലീഡേഴ്സിനെ വിളിച്ചെന്ന് അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം തരും ഭാര്യമാര്. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു പോയി കഴിക്കും. അപ്പൊ അതെന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ KPCC ഓഫീസിന്റെ അതിന് ഭക്ഷണശാലയുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഒരു സംശയം, ഇങ്ങനെ കേട്ടറിവാണോ മാഡം ഈ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നതിൽ? അല്ല, പീഡന പരാതികൾ ഒരുപാട് പേര് ഇപ്പൊ ഇനിയിപ്പോ പത്മജയുടെ അടുത്ത് പറഞ്ഞ പീഡന പരാതികൾ പത്മജ പറയുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള സീനിയേഴ്സ്, കാരണം അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരുടെ അടുത്തും വ്യക്തമായി തെളിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആർത്ത് വിഷമിക്കണ്ട. അതിന് CPMന്റെ ഗൂഢാലോചനയായിട്ട് കൂട്ടിക്കലർത്തണ്ട. ഇതിന്റെ അകത്ത് ഒരുപാട് നല്ല ക്വാളിറ്റീസ്, നല്ല ശിരസ് താഴ്ത്താതെ അധ്വാനിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്, പണിയെടുത്തിട്ട് അതിന് റിവാർഡ് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കണം. അപ്പൊ അവരെയൊന്നും അടച്ചാക്ഷേപിക്കരുത്. അപ്പൊ അവർക്കൊക്കെ ഈ മെറിറ്റ് നിഷേധിക്കപ്പെടുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുമല്ലോ. പിന്നെ ചിലർക്കൊക്കെ പറയാൻ പേടിയാണ്, എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് പറയാൻ പേടി. അപ്പൊ അത് ഞങ്ങളെ പോലുള്ളവരോട് പറയും. അപ്പൊ എന്റെ അടുത്ത് എനിക്ക് പല കാര്യങ്ങളും ഞാൻ അത് സേവ് ചെയ്യാറില്ല.
പക്ഷെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് എന്റെ അടുത്ത് വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ഞാൻ കോൺഫിഡന്റ് ആണ്. അവരുടെ പെർമിഷൻ മാത്രം മതി എനിക്ക് പരാതി മാത്രമല്ല തെളിവും തന്നിട്ടുണ്ട്. അത്ര മാത്രമേ പറഞ്ഞാൽ മതി. പെട്ടെന്ന് രാജിവെക്കേണ്ടി വരും. അവരൊന്ന് സമ്മതിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല, അവർക്കിപ്പോ പോസ്റ്റ് നിഷേധിച്ചിട്ടുണ്ട്. അവർ നല്ലതായിട്ട് പ്രവർത്തിച്ച ആളുകളാ. ഇപ്പൊ പുതിയത് വന്നല്ലോ, ഇപ്പൊ ഒരു കാറ്റഗറി വന്നിട്ടുണ്ട്, 50 വയസ്സിന് താഴെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരായ ചെറുപ്പക്കാരികളായിരിക്കണം എന്ന്. ആ ഒരു പുതിയ കാറ്റഗറി എന്ന് വെച്ചാൽ അവരൊക്കെ ഔട്ടായി പോയി. കാരണം ചിലർക്കൊക്കെ 40 വയസ്സായി, 40 വയസ്സ് 45 വയസ്സൊക്കെ. എനിക്ക് ആ വയസ്സൊന്നും അറിയില്ല കേട്ടോ. അത് ഞാൻ ഇന്നലെ ഓരോ ആൾ കുറച്ച് പുറത്ത് വരാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അത് എന്റെ ഒരു പ്രസ്റ്റീജിന്റെയും കൂടി പ്രശ്നമാണ്. എന്റെ ഒരു പ്രസ്റ്റീജാണത്. അല്ല, ഇതില് ഞാൻ പറയാം, എല്ലാവരും പറയില്ല. ചിലർക്ക് പോസ്റ്റിന് വേണ്ടി ഇപ്പൊ നമ്മളെ പോസ്റ്റിന് വേണ്ടി എന്തിനും തയ്യാറുള്ളവരുണ്ടാവാം. ഇല്ലായിരിക്കാന്നൊന്നും ഞാൻ പറയുന്നത്. എല്ലാ മേഖലകളിലില്ലേ, അത് തൊഴിൽ മേഖലകളില്ലേ, ഇല്ലേ, അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷെ അല്ലാതെ ലൈഫിൽ വാല്യൂ കൽപ്പിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒട്ടനവധി വനിതകളുണ്ട്. ഇല്ലെന്ന് പറയട്ടെ. ഞാൻ ആരെയും സംശയത്തിൽ നിർത്തല. എന്നെ കണ്ടാ കിണ്ണകിട. എന്റെ കയ്യിൽ തെളിവുണ്ടെന്നേ, പക്ഷെ അവരുടെ പെർമിഷനും കൂടി വേണ്ട എനിക്ക്. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് എത്ര, കാരണം അതെന്റെ ഒരു അന്തസ്സിന്റെയും കൂടി പ്രശ്നമാണ്, പ്രസ്റ്റീജാണ്. ആരുടെ 3 പേരുടെ തെളിവുണ്ട് എന്റെ അടുത്ത്, ഒരാളുടെ അല്ല. അത് ഞാൻ പറയുന്നത് അവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയിപ്പിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെയുള്ള ഒരു നല്ല ടീമും പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ എല്ലാ സീനിയർ പ്രവർത്തകരും എന്നെ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളിപ്പോ വിവിധ പാർട്ടികളായതുകൊണ്ട് നമ്മളിപ്പോ അത്രയും അടുപ്പമില്ലല്ലോ, നമ്മളെ പാർട്ടിയിൽ ഒരുമിച്ചുള്ളത് പോലെ. ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിയില് ഇനിയിപ്പോ മുസ്ലിമായിട്ട് ഒരു, നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഒരു ജമീല ഇബ്രാഹിം ഉണ്ടായിരുന്നു. ജമീല ഇന്ദിരാജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വനിതാ നേതാവാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ആദരിക്കുന്നു. ഇപ്പൊ കൊല്ലത്താണ്. ഞാൻ ഈ അടുത്ത് അവരെ പോയി കണ്ടിരുന്നു. അപ്പോ അവർക്കൊക്കെ ഈ 42 വർഷം അവരുടെ സ്പീച്ച് കേട്ടാൽ നിങ്ങൾ കൊതിച്ചു പോവും. അത്രയ്ക്ക് നല്ല ആക്സെന്റും അത്രയ്ക്ക് എന്താ പറയാ, ഇന്ന് അവരുടെ അത്രയും ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ലേഡി ഉണ്ടോന്ന് അറിയില്ല. അവർക്ക് ഈ 42 വർഷത്തിനുള്ളില് ഒരു തവണ രാജ്യസഭയിൽ പോകാനൊരു അവസരം കൊടുക്കായിരുന്നല്ലോ. മരിക്കുമ്പോ ഒരു മുൻ രാജ്യസഭാ അംഗം എന്നെങ്കിലും പറയാമായിരുന്നല്ലോ. അവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതല്ലേ, ക്വാളിഫൈഡ് ആയിരുന്നില്ലേ? എന്തുകൊണ്ട് കൊടുത്തില്ല? ഇനി ഷാനിമോളുടെ അയോഗ്യത എന്താ? ഷാനിമോള് 50 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് അയോഗ്യത. പാവ ഷാനിമോള് പേടിച്ചിട്ടാട്ടോ പ്രതികരിക്കാത്തെ.